ചോറിനൊപ്പം ഈ ഒരു പുളിങ്കറി കഴിക്കാത്തവരാരും ഉണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു അടിപൊളി പുളിങ്കറിയാണ്. എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ ആ പാനിലേക്ക് നമുക്ക് 1 സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണിലും താഴെ ഉള്ള ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ എപ്പോഴും കുറച്ച് ചേർക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉലുവയിലേക്ക് കയ്പ്പുണ്ടാകും. 1 സ്പൂൺ തന്നെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് കുറവുള്ള മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1.5 സ്പൂൺ അരി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ചോറുണ്ടാക്കുന്ന അരി. ഇത് ഞാൻ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൈവശം ഏത് അരിയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആവും. ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഈ അരിയൊക്കെ ഒന്ന് നന്നായി പൊട്ടിത്തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കരിയരുത് കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് എടുക്കണം. അപ്പോൾ ദേ നോക്കൂ, ഞാനിത് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ എടുക്കാം. ഞാൻ ഒരു വലിയ പീസ് കുമ്പളങ്ങയാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരിക്കായും എടുക്കാം കേട്ടോ. അതേപോലെ ഒരു അര മുരിങ്ങയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനി അതിലേക്ക് 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിക്ക് അധികം പുളിയുള്ള തക്കാളിയല്ല. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം മുളക് പൊടിക്ക് അല്പം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ ആ എടുത്തിരിക്കുന്ന മുളകെന്ന് പറയുന്നത് ആദ്യം വറക്കാനെടുത്ത മുളകിന് എരിവ് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ചട്ടിയിലൊക്കെ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മൾ അതായത് നമ്മൾ ഉഴുന്നും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം തേങ്ങ അരച്ച് ചേർക്കണം. ഒരുപാട് തേങ്ങ പുളിങ്കറിക്ക് ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയും ശകലം ജീരകവും കൂടെ ചേർത്ത് ഞാൻ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇതുപോലെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കുതിരാനായിട്ട്. അപ്പോഴേക്കും ഇത് നോക്കൂ, നമ്മുടെ പുളിങ്കറിയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി വെന്തിട്ടുണ്ട്. കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നതോറും ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇത് അതുപോലെ വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് നന്നായിട്ട് കുറുകി വരുമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സാക്കി കൊടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാക്കൂട്ടും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് വീണ്ടും അല്പം കൂടെ വെള്ളം ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ലൂസാക്കി എടുക്കാം. ഇനി ഇതധികം ഒരുപാട് തിളച്ച് പോകേണ്ട കാര്യമില്ല കേട്ടോ. കാരണം തേങ്ങ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി ഇതിലേക്ക് പുളി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഉപ്പോ പുളിയോ ഒക്കെ പോരുന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നോക്കൂ, കറി നന്നായി ഒരുവിധം തിളച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് നമുക്ക് ചേർക്കാം. അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. വെളിച്ചെണ്ണയ്ക്കകത്ത് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.